2017 സെപ്റ്റംബർ 10-നാണ് ഗുർമേൽ സിംഗ് സെഖോൺ മഹീന്ദ്രയുടെ ഡീലർമാരായ ഹാർബിർ ഓട്ടോമൊബൈൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും പുത്തൻ സ്കോർപിയോ വാങ്ങിയത്. തൊട്ടടുത്ത ദിവസം തന്നെ SUVയിലെ ബ്ലോവർ കൺട്രോൾ പ്രവർത്തനരഹിതമായി. ഗുർമേൽ സിംഗ് ഈ വിവരം ഡീലർഷിപ്പിനെ അറിയിച്ചപ്പോൾ ഉടൻ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് അവർ പറഞ്ഞെങ്കിലും പിന്നീട് ഇവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഏതാനും ദിവസങ്ങൾക്കു ശേഷം ഗുർമേൽ SUVയെ വാഷിനായി സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോയി. ഇവിടെ വെച്ചാണ് സ്കോർപിയോയുടെ തുരുമ്പ് പിടിച്ചതും ചളങ്ങിയതുമായ റൂഫ് ഗുർമേൽ സിംഗിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കാർ വാഷിങ്ങിനെത്തി ജീവനക്കാരനാണ് സ്കോർപിയോയിലെ ഈ പിഴവ് ഗുർമേൽ സിംഗ് സെഖോണിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സെപ്റ്റംബർ 29-ന് സെഖോൺ ഇത് സംബന്ധിച്ചൊരു കംപ്ലൈന്റ് ഫയൽ ചെയ്തെങ്കിലും അതിനും മറുപടിയൊന്നും കിട്ടാതെ വന്നപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെട്ടതായി സെഖോണിന് തോന്നിയത്. ഏകദേശം 13.77 ലക്ഷം രൂപ വില നൽകി പുത്തൻ മഹീന്ദ്ര സ്കോർപിയോ സെഖോൺ സ്വന്തമാക്കി ഏതാനും ദിവസങ്ങൾ കഴിയും മുമ്പെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു തരത്തിലുള്ള പരാതിയും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നായിരുന്നു കമ്പനിയും ഡീലർഷിപ്പും മറുപടി നൽകിയത്. ഒടുവിൽ പ്രശ്നം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിലെത്തി. ഇരു കൂട്ടരും അവരവരുടെ വാദങ്ങളിൽ ഉറച്ചുനിന്നു. SUVയുടെ റൂഫിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഡീലർക്കയച്ച ഇമെയിൽ സെഖോൺ കോടതി മുമ്പാകെ സമർപ്പിച്ചു. സ്കോർപിയോ വാങ്ങി വെറും 18 ദിവസങ്ങൾക്കുള്ളിലായിരുന്നു ഈ സംഭവങ്ങളെല്ലാം നടന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമായിരുന്നു. കൂടാതെ വാഹനത്തിലെ ഈ പിഴവിന്റെ ചിത്രങ്ങൾ കൂടി കോടതി മുമ്പാകെ സമർപ്പിച്ചപ്പോൾ സെഖോണിന്റെ വാദത്തിന് ശക്തിയേറി. വാഹനത്തിലെ പിഴവിന് ഡീലർഷിപ്പായ ഹാർബിർ ഓട്ടോമൊബൈൽ പ്രൈവറ്റ് ലിമിറ്റഡിനോടും നിർമ്മാതാക്കളായ മഹീന്ദ്രയോടും 50,000 രൂപ നഷ്ടപരിഹാരമായി വാഹനോടമയ്ക്ക് നൽകാൻ ചണ്ഡീഗഡിലെ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവിട്ടു. എന്നാൽ തർക്കം ഇവിടം കൊണ്ടും തീർന്നില്ല. കേടുപാട് പറ്റിയ റൂഫ് റീപെയിന്റ് ചെയ്ത് പുത്തനാക്കി തരാമെന്ന് ഡീലറും കമ്പനിയും വാദിച്ചപ്പോൾ ഇത് സ്വീകാര്യമല്ലെന്നും വാഹനം മാറ്റി പുതിയ വാഹനം നൽകണമെന്നുമായിരുന്നു ഉപഭോക്താവിന്റെ ഡിമാൻഡ്. വെറും 25 കിലോമീറ്റർ ദൂരം മാത്രം സഞ്ചരിച്ച സ്കോർപിയോയിൽ മറ്റൊരു രീതിയിലുള്ള കേടുപാടുകളൊന്നും ദൃശ്യമാകുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇതിനാൽ തന്നെ സേവനത്തിൽ വീഴ്ച വരുത്തിയതിനും അൺഫെയർ ട്രേഡ് പ്രാക്ടീസിനും ഉപഭോക്താവിന് നേരിടേണ്ടി വന്ന മാനസിക പ്രയാസത്തിനും ഡീലറും കമ്പനിയും 50,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിനു പുറമെ കോടതി ചെലവുകൾക്ക് 10,000 രൂപയും നൽകണമെന്ന് കോടതി ഇവരോട് ആവശ്യപ്പെട്ടു.